സിമ്പിൾ ക്യാരക്ടറാണ്. ഒരു നെക്സ്റ്റ് ഡോർ ഗൈ, യു ക്യാൻ സീ ഹിം വാക്കിംഗ് ഇൻ വാക്കിംഗ് ഔട്ട്. കുറച്ച് ഉള്ളിൽ പോയാൽ ദെൻ യു വിൽ നോ ഓക്കെ ഡിറ്റക്റ്റീവ് ആണ്, പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫാമിലി അറിയില്ല, ലൂസറാണ്, ബമ്മാണ്, മണിയില്ല. ആൻഡ് ദെൻ ഫ്രം ദെയർ വാട്ട് ഈസ് ഗോട്ട് വൺ ഇൻസ്റ്റിങ്ക്ട്, ഈസ് ഗോട്ട് വൺ ഇൻ്റലിജൻസ്. ആൻഡ് ഫോർ എവറിത്തിങ് ദർ ഇസ് ഇഫ് ഐ ഗെറ്റ് മണി ഐ വിൽ ഡു ദിസ്. വർണ്ണാണെങ്കിൽ കൂടുതൽ പേഴ്സണലൈസ്ഡ്, അതായത് ഗൗതം മേനോനെ തന്നെയാണല്ലോ പ്ലേസ് ചെയ്യുന്നത്, അത് വിണ്ണേ താണ്ടിയിലാണെങ്കിലും. പക്ഷെ ഇതൊക്കെ ഒരു 30, 34, 35 to 40 വരെയുള്ള ഒരു ജേണിയാണ്. 40+ ആണെങ്കിൽ നമുക്ക് ലവ് സ്റ്റോറീസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ കൂടി ആണോ? കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്. ചിലപ്പോൾ ചിലടത്ത് പെർമിഷൻസ് വാങ്ങണം, അത്രേ ഉള്ളൂ. ലോഡ് സ്റ്റോറീസ്, അതെ, മാസ് കമേഴ്ഷ്യൽ ഫിലിംസും ഉണ്ട്. പക്ഷേ ഫ്രം എൻ ഏർലി സ്റ്റേജ് ഇൻ ഹിസ് കരിയർ, including films like Amaram and all, he's always done like push the boundaries a bit. I always felt that. Surya എൻ്റെ അടുത്ത് പറയും, നമ്മൾ കാക്കക്കാക്കിൻ്റെ റീഡിങ്സ് ഒക്കെ കുറേ ചെയ്തു. അപ്പോൾ റീഡിങ്സ് ചെയ്യുമ്പോൾ ഞാൻ ഈ റീഡ്, നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ ഞാൻ ഇതാണ് இப்படி தான் பண்ணுவோம் பிரதர், அப்படி வருவோம், அதுக்கப்புறம் இப்படி பார்ப்போம், இந்த ஆசிட் சீன் இப்படி வரும்போது இப்படி பண்ணுவோம், அந்த மாதிரிலாம் நம்ம சொல்லியிருக்கோம். അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പറയും, ബ്രദർ നിങ്ങൾ അன்னைக்கு பண்ணீங்களே அந்த மாதிரி நான். Jesse was somebody I knew, Karthik was myself, I am also Jesse, so there's a little bit of everything in that, and you don't show off to somebody like Mamooka. You're yourself. തമിഴിൽ പോയി നമ്മൾ അവിടുത്തെ ഹീറോസിൻ്റെ അടുത്ത് ഈ കോണ്ടന്റ് പറഞ്ഞ് അവർ ചെയ്യില്ല, കോംപ്ലിക്കൈസ് ആരും ചെയ്യില്ല. ഒരു റീഡിങ് കഴിഞ്ഞിട്ട് റൈറ്റർ ചോദിച്ചു, സാർ ഇത് എങ്ങനെയാണ് നമ്മൾ, ഹൗ ആർ യു ഗോയിങ് ടു പ്ലേ ഡൊമിനിക് ചോദിച്ചു. ഈ സാർ ഐ ഡോണ്ട് നോ. സോ 100% ഇറ്റ്സ് എ മമ്മൂട്ടി ഗൗതം കൊളാബറേഷൻ. ഗൗതം മേനോനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. സ്വാഗതം. ഞാൻ പേഴ്സണലി മുമ്പ് ഞാൻ ഗൗതം മേനോൻ എന്ന ഫിലിം മേക്കറിനെ ആദ്യമായിട്ട് ഫോൺ ചെയ്യുന്നത് നടുനിശി നായകൾ കണ്ടിട്ടാണ്. അന്ന് രംഗനാഥ് രവി ആയിരുന്നു അതിൻ്റെ സൗണ്ട് ടീമിലുണ്ടായിരുന്നത്. സോ അത് കേരളത്തിലൊരു തിയേറ്ററിൽ കംപ്ലീറ്റ് സൗണ്ട് ഡിസൈൻ പെർഫെക്റ്റായി കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിക്കുന്നത്. ശേഷം ഗൗതം സാറ് വിളിച്ച് കുറച്ചുകൂടി ബെറ്റർ തിയേറ്ററിൽ വരും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പം മലയാളികളെ സംബന്ധിച്ചുള്ള എപ്പോഴും ഒരു ഗൗതം വാസുദേവ മേനോൻ മൊമെൻ്റ് ഉണ്ട്. എനിക്കന്നത് 34-ാമത്തെ വയസ്സിലാണ് കാക്ക തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കൊന്ന് ഓരോ സിനിമ വരുമ്പോഴും മലയാളിക്ക് ഏതെങ്കിലും കണക്ട് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് വരുന്ന സമയത്ത് ഗൗതം മേനോൻ തന്നെ സ്ട്രെയിറ്റ് ഒരു ഒറിജിനൽ മലയാളം ഫിലിമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, മലയാളം സിനിമ എന്നുള്ളത് അറ്റംപ്റ്റ് ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു മലയാളം ചെയ്യാം എന്നുള്ള ഡിസിഷൻ? അല്ല, ഞാൻ 2005 മമ്മൂക്കൻ്റെ അടുത്തൊരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് അത് ഇപ്പോൾ ഞാൻ ഈ ഡൊമിനിക്കിൻ്റെ സ്റ്റോറി എടുത്തിട്ട് പോയപ്പോൾ സാറ് പറഞ്ഞു ആ കഥ, അതെന്തായിരുന്നു കഥ എന്ന് പറഞ്ഞിട്ട്, പിന്നെ സാർ എക്സാക്ട്ലി ഞാൻ എന്ത് പറഞ്ഞു ആ നരേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഐ ഹാഡ് ഫോർഗോട്ടൺ ഓൾസോ ദാറ്റ് സ്റ്റോറി ഐ എം സെയിങ്. സോ ഹി സെഡ് വാട്ട് ഹാപ്പൻ, വൈ യു ഡിഡ്ന്റ് കം ബാക്ക് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആൻഡ് അറ്റ് എവറി പോയിന്റ് ഐ ഹവ് ട്രൈഡ്. ഞാൻ ലാൽ സാറിൻ്റെ ഒരു കപ്പിൾ ഓഫ് മീറ്റിംഗ്സ് ഐ ഹവ് ടേക്കൻ ഫോർ എ പ്രോജക്റ്റ്. പിന്നെ പൃഥ്വിയുടെ കൂടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഐ ഹവ് സ്പോക്കൺ അബൌട്ട് ഇറ്റ്. ആൻഡ് ദെൻ ടൊവിനോ. ഐ ഹവ് ഓൾവേസ് ട്രൈഡ്. ഞാൻ കുറേ മലയാള പടങ്ങൾ കാണും. ആൻഡ് ഐ ഹവ് ഗ്രോൺ അപ്പ് വാച്ചിങ് എ ലോട്ട് ഓഫ് മലയാളം ഫിലിംസ് ഓൾസോ. സോ ഓൾവേസ് വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ലാംഗ്വേജ്, ദിസ് ഇൻഡസ്ട്രി ഹിയർ ആൻഡ് ദ വേ പീപ്പിൾ വർക്ക് ഹിയർ. ആൻഡ് ഞാൻ കുറേ ഈ റൈറ്റേഴ്സിൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്യാൻ ഞാൻ ഓൾവേസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ പ്രോസസ്സിലാണ് ഞാൻ ഡോക്ടർ നീരജിനെ മീറ്റ് ചെയ്തത്. മഞ്ജു വാര്യർ introduced me to Dr. Neeraj for a film in Malayalam only. അവരെ കൂടെ ചെയ്യാൻ. But that story we discussed. And then ഞാൻ ഈ റൈറ്ററിൻ്റെ കൂടെ I kept in touch. And then he narrated this story also to me. കുറേ സ്റ്റോറീസ് നരേറ്റ് ചെയ്തു. ഇതും നരേറ്റ് ചെയ്തപ്പോൾ എനിക്കിതിലൊരു മമ്മൂക്ക അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് കിട്ടി. But we took it to a couple of other heroes. And then somewhere ഒരു mustered up enough courage to meet Mamooka and narrate the story to him. So I've always been to answer your question, wanting to make a film here, and it's happened now. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് ഇറ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ആസ് എ സൂപ്പർ സ്റ്റാർ എന്നുള്ളതിനേക്കാളും മമ്മൂക്കയുടെ ആക്ടർ ഫൈൻ ട്യൂൺ ചെയ്യുന്ന സിനിമയാണ് കാണുന്നത്. ഇപ്പോൾ ഭീഷ്മ മുതൽ ലാസ്റ്റ് ഫിലിം എടുത്തതെങ്കിൽ മമ്മൂക്ക ആസ് എൻ ആക്ടർ എന്ത് പുതുതായി ചെയ്യുന്നു, ഒരു നെവർ ബിഫോർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഗതിയാണ് കാണുന്നത്. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഉറപ്പായും തൊട്ടു മുമ്പ് ബസൂക്ക ലോങ് ഷെഡ്യൂൾ അഭിനയിക്കുന്നുണ്ട്. അതുകൂടാതെ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്നുണ്ട്, പ്രധാനപ്പെട്ട ഫിലിംസ്. അങ്ങനെ ഒരു നെവർ ബിഫോർ ക്യാരക്ടർ, അങ്ങനെ ഒരു തോട്ട് എന്നുള്ളത് ഈ സിനിമയ്ക്ക് ഒരു മാറ്റർ ആയിട്ടുണ്ടോ? ഒരു റീസെന്റ് പെർഫോമൻസും ഫിലിംസും കണക്ട് ചെയ്തിട്ട് I think looking at his work, he's always been at it. Okay, the mass commercial films ഉണ്ട്, പക്ഷേ from an early stage in his career, including films like Amaram and all, he's always done
like push the boundaries a bit. I always felt that, not just a bit. And coming to exactly what you said, ipo last or 5-6 films honestly inspired me. Brahmayugam, Nanpagal Nerathu. There was one an actor wanting to explore more. How much more can he explore is a thought that came to my mind. That gave me the confidence. ഇത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടൊരു അങ്ങനത്തെ ഒരു സ്റ്റോറി ഒന്നുമില്ല. ബട്ട് ഐ ഹാഡ് എ ഫീലിംഗ് ദറ്റ് ഹി വിൽ പിക്ക് ദിസ് ക്യാരക്ടർ. ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഈ ക്യാരക്ടറാണ് എനിക്ക് എൻട്രൻസ് ആയത്. യുനോ ഐ തോട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സീക്വൽസിൻ്റെ ഒരു ഒരു ഇയർ ആണ് അല്ലെങ്കിൽ ഒരു പീരീഡ് ആണ് അങ്ങനെ പറയുന്നില്ല. ബട്ട് ദിസ് ക്യാരക്ടർ ക്യാൻ ഗോ ഓൺ ഇൻ ടു മെനി അതർ സ്റ്റോറീസ് ആൻഡ് മെനി അതർ ഫിലിംസ് ആണ് എനിക്ക് തോന്നി ഈ കഥ കേട്ടപ്പോൾ. റൈറ്റേഴ്സിന് പോലും അത് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഐ സെഡ് വാവ്, ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ. ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വാസ് മൈ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ദ നെക്സ്റ്റ് കുഡ് ബി ഡൊമിനിക് ആൻഡ് ദ സംതിങ് എൽസ് ലൈക്ക് ദാറ്റ്, യു നോ. സോ ഐ സോ ദാറ്റ്. സാറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ സാർ ജസ്റ്റ് ഒരു സ്മൈലാണ് സാറിൻ്റെ, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഹി വാണ്ട്സ് ടു നോ ഹൗ ദിസ് ഫിലിം വിൽ ഡു ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. സോ ഐ ലൈക്ക് ദ ക്യാരക്ടർ ആൻഡ് ഐ തോട്ട് they were taking it to a few actors. ഞാനും ഒരു 2-3 ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇത് നരേറ്റ് ചെയ്തിട്ടുണ്ട്. ദ റൈറ്റേഴ്സ് ഓൾസോ ടുക്ക് ഇറ്റ് ടു എ ഫ്യൂ ആക്ടേഴ്സ്. ബട്ട് എനിക്കിത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് മമ്മൂക്ക സംവെയർ ഐ ഷുഡ് ടേക്ക് ഇറ്റ് ടു എന്ന് എനിക്ക് തോന്നി. ഒരു 2-3 മീറ്റിംഗ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് വെയിറ്റ് ചെയ്യൂ, വേറെ ആരുടെ അടുത്ത് ഇത് പറയണ്ട, ഞാൻ മമ്മൂക്കൻ്റെ അടുത്ത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോർജ് സാറിനെ കോൺടാക്ട് ചെയ്ത് ഐ ഗോട്ട് എൻ അപ്പോയിൻമെൻറ്റ് ആൻഡ് ഐ നരേറ്റഡ് ടു ഹിം. ഫസ്റ്റ് പുള്ളി ഇത് ഈ ഇൻവെസ്റ്റിഗേഷൻ ജോണർ ആണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഐഡിയ ചോദിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ജോണർ സർ ഇതൊരു വേണ്ട, മലയാളം ദേ ഓൺലി മേക്കിംഗ് ദാറ്റ്, ഐ നോ യു ലൈക്ക് ദീസ് പോലീസ് പ്രൊസീജിയറൽസ്, വേറെ എന്തെങ്കിലും ഉണ്ടോ വി കൻ ലിസൺ ടു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സർ, ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഞങ്ങൾ വന്നു, റൈറ്റർ ഉണ്ട്, ഐ ഓൾസോ കം ഫ്രം ചെന്നൈ, യു ജസ്റ്റ് 1 hour സർ, ജസ്റ്റ് ഹിയർ us ഔട്ട് ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് അതർവൈസ് വിൽ ഗിവ് യു സംതിങ് എൽസ് എന്ന് പറഞ്ഞു. ഒരു 15-20 മിനിറ്റ്സിൽ ഹി വാസ് ഇൻ ടു ദ ക്യാരക്ടർ, ഹി വാസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹി ലൈക്ക് ദിസ്. ഇൻ 10 days വി സ്റ്റാർട്ടഡ് പ്രീ പ്രൊഡക്ഷൻ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടായത്. സോ I was obviously inspired by the 5-6 films that he had done recently and from way back. ഞാൻ ട്രിച്ചിയിൽ കോളേജ് പഠിക്കുമ്പോൾ my father is Malayali, mother is Tamil, so we watched a lot of films at home from Hindi, Tamil, English, Malayalam, and then films like Shankarabharanam, Swadhi Muthiman, Telugu. So we are film buffs. VHS, VCR ൽ പടങ്ങൾ ഹയർ ചെയ്തിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണും. Achan used to watch all these English films and old Hindi films. So my knowledge of Raj Kapoor and Guru Dutt and all came from the retrospective of in Doordarshan that my dad used to watch. But there was always one Mohanlal Mammootty film that was playing and songs from Malayalam. Like I know a lot of the old songs in Malayalam which used to play in my house. If you probably play a song, I can probably sing along. I might not remember the exact lyrics, but I can sing. So I grew up like that. And when I went to college, there was this clear division between Lal sir and Mammootty sir. So there was my friend called Rajesh, who's still a very good friend. He was a hardcore Mammootty fan and he would tell me about a lot more Mammootty sir films that I haven't seen. Adokke njan revisit cheedu at that time, and then somewhere in my mind and from then on also I'm saying, and always was wanting to work with the sir. So he opportunity kittiyappo I thought I shouldn't lose the opportunity, let me just try. I think I created this whole thing. Our writers were only focused on trying to make it with actors that they were in connect with. I don't want to name them because you know, but avare oru circle aayittu they were trying to. Martin Prakash sir also was listened to the story and all that. He was trying to set it up, but somewhere I felt this will be very apt for Mamooka, and no two thoughts about it right now, because I don't see anybody else playing this the way he did it. Simple character ആണ്, ഒരു next door guy, you can see him walking in walking out. കുറച്ച് ഉള്ളിൽ പോയാൽ then you will know okay detective ആണ്, പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫാമിലി അറിയില്ല, ലൂസർ ആണ്, ബം ആണ്, മണി ഇല്ല. And then from there what he's got one instinct, he's got one intelligence, and for everything there is if I get money I will do this. But after a point money doesn't become important. After a point he's dogged about what he's doing. So he played it to a T. And നമ്മൾ ഈ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ഈ ഡയലോഗ്സ് എഴുതുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഇതായിരിക്കും ഇവർ ചെയ്യുക, മേ ബി ഹീൽ ഡു ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്യും. പക്ഷേ സാറിന് when it came to sir I didn't do that. I wanted to grab from what he gave me. I had a camera ready to grab what he gave me, and in every shot he surprised me. I worked with Kamal sir, I worked with Venkatesh, I worked with Simbu. Simbu is an actor similar, I'm not comparing them, but Simbu is a friend and very organic,
we'll figure out stuff and do. അതിൻ്റെ ഒരു വേറൊരു ഫീൽ എനിക്ക് ഇതിൽ കിട്ടി. I loved everything that he was giving me in a very simple, easy way. ഈ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം നമ്മളിപ്പോൾ ഓരോ സിനിമ ഇപ്പം വേട്ടയാട് വിളി കാണുമ്പോഴും കാക്ക കാണുമ്പോഴും വാരണായിരം കാണുമ്പോഴും അതിൻ്റെയൊക്കെ BTS സ്റ്റിൽസൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഗൗതം മേനോൻ പെർഫോം ചെയ്ത് ആ പെർഫോമൻസ് ട്രാക്കിലേക്ക് ഈ ആക്ടർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കാണുവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഈ ഒരു ബ്രീഫിൻ്റെ അപ്പുറത്ത് ഈ ക്യാരക്ടർ മമ്മൂക്ക തന്നെ ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടിരുന്ന രീതിയിലാണ്. ഇപ്പം ഇതിൻ്റെ ടീസറൊക്കെ വന്നിരുന്നല്ലോ, ടീസറിൽ അങ്ങനെ ഒരു ഫൺ കൈൻഡ്, നേരത്തെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാൻ നെക്സ്റ്റ് ഡോർ ഇതിലേക്കാണല്ലോ വരുന്നത്. എന്താ അങ്ങനെ ഒരു പെർഫോമൻസിന്റെ ബ്രീഫൊക്കെ എങ്ങനെയായിരുന്നു? See, I love to work with actors. I'm an actor now in a few films. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല ഞാൻ. എസ്പെഷ്യലി when directors micro manage you. നമ്മുടെ കയ്യിൽ ഒരു സീൻ കൊടുത്ത് നമ്മൾ ആ മൂഡൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ അവരിങ്ങനെ പറയും കൈ ഇത്രയും മൂവ് ചെയ്യണ്ട, ഇപ്പൊ പറഞ്ഞില്ലേ ഫോർവേഡ് വരണ്ട, നമ്മൾ ഇത് ഓക്കെ, പക്ഷെ അത് റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ ആവും. then you will have to do something else which is not you. അത് ഞാൻ പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ക്യാരക്ടേഴ്സോ പോലീസോ അങ്ങനെയല്ല. ഞാൻ ഈവൻ ഇഫ് യു ആർ പ്ലേയിങ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ഫ്രം യുവർ വാട്ട് യുവർ ക്യാരക്ടർ ഇസ്, യു സ്റ്റിൽ ഷുഡ് ബി അലൗഡ് ടു ഡു ഇറ്റ് ദ വേ യു വാണ്ട് ടു ഡു ഇറ്റ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഡയറക്ടേഴ്സ്. ഐ നെവർ മൈക്രോ മാനേജ് എൻ ആക്ടർ. സംടൈംസ് ഇപ്പോൾ പറഞ്ഞ പോലെ സൂര്യ എൻ്റെ അടുത്ത് പറയും, നമ്മൾ കാക്കക്കാക്കിൻ്റെ റീഡിങ്സ് ഒക്കെ കുറേ ചെയ്തു. അപ്പോൾ റീഡിങ്സ് ചെയ്യുമ്പോൾ ഞാൻ ഈ റീഡ് നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ ഞാൻ ഇതാണ് இப்படி தான் பண்ணுவோம் பிரதர், அப்படி வருவோம், அதுக்கப்புறம் இப்படி பார்ப்போம், அந்த ஆசிட் சீன் இப்படி வரும்போது இப்படி பண்ணுவோம், அந்த மாதிரிலாம் நம்ம சொல்லியிருக்கோம். அப்போ புள்ளி இங்கே நம்ம ஷூட் ചെയ്യുമ്പോൾ പറയും, பிரதர் நீங்கள் அன்னைக்கு பண்ணீங்களே அந்த மாதிரி நான் பண்ணுறேன், இல்லை நீங்கள் ஒரு வாட்டி பண்ணி காமிங்க. ஸோ இட்ஸ் அ கொலாபரேட்டிவ் ப்ராசஸ். சிம்பு இட்ஸ் லைக் ഹൗ ഐ ഹാൻഡിൽ കമൽ സർ ആൻഡ് മമ്മൂട്ടി സർ ഓൺലി. ഒന്നും ഞാൻ പറയാം, ജസ്റ്റ് മൂഡ് ആൻഡ് ഫീൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഐ വിൽ നെവർ മൈക്രോ മാനേജ് ദം. I will see what he gives me and I look forward to actors like that. So in that scenario, ഒരു മമ്മൂട്ടി സാറിന്റെ കൂടെ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ there's no way I will show him or even tell him, sir, this is, and even the camera was not locked and fixed. I gave him a lot of space and I told him, like for example, the previous day to shoot, ഒരു റീഡിങ് കഴിഞ്ഞിട്ട് റൈറ്റർ ചോദിച്ചു, സാർ ഇത് എങ്ങനെയാണ് നമ്മൾ, how are you going to play Dominic ചോദിച്ചു. He said, I don't know. എനിക്ക് സ്റ്റോറി ഞാൻ ഉൾവാങ്ങി and I know the dialogues, I know the mood. നാളെ ഡയറക്ടർ എന്ത് മൂഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ നോക്കും, അതിൽ വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മീറ്റർ ഞാൻ പിടിക്കും and then I'll take it forward എന്ന് പറഞ്ഞു. I loved that. So an actor comes in with no preparation, but that is his preparation actually. And he comes in, he sees the scenario. ഞങ്ങൾ ഫസ്റ്റ് ഷോട്ടാണ് ഷൂട്ട് ചെയ്തത്, പടത്തിൽ സാർ വരുന്ന ഫസ്റ്റ് ഷോട്ടാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ബിക്കോസ് എനിക്കും സാറിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കിട്ടിയാൽ ഞാൻ അത് പിടിച്ചിട്ട് ഞാൻ വേറെ ഒന്ന് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. And he played it exactly like how he wanted to play it, which is surprising to us. അത് പഠിച്ചിട്ട് രണ്ടുപേരും, I also took the journey forward, he took a journey forward. So I don't micromanage. I love to work with actors, and that is the idea of casting the right actor in your character. They will do, you just have to have a camera ready to grab it. So ഈ മലയാളികൾക്കാണ് ഇപ്പോൾ വെണ്ണീത്താണ്ട് വരുവായ എന്നുള്ള സിനിമയുടെ സക്സസ് ശരിക്ക് കേരളത്തിൽ ഇപ്പോൾ എവിടെയും ഗൗതം മേനോനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന, ഇപ്പോൾ ആ ഒരു യങ്സ്റ്ററിൽ നിന്ന് ഏജ് മാറിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ എല്ലായിടത്തും. ഈ ഇപ്പോഴും നേരത്തെ ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ തമിഴ് സിനിമ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റിവ്യൂസിലെല്ലാം ഒരു മലയാളി എങ്ങനെ തമിഴ് സെൻസിബിലിറ്റിയിലേക്ക് വരുന്നു, ആദ്യം അർബൻ സെൻസിബിലിറ്റി എന്നൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് ഒരു തമിഴിന് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ സിനിമ ചെയ്യുന്ന പോലെയാണ്. പക്ഷെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മലയാളം ശരിക്കും ഒരു മലയാളി കൂടിയാണല്ലോ. അപ്പോൾ മലയാളം സിനിമ ചെയ്യുന്നു എന്നുള്ളത് പേഴ്സണലി എങ്ങനെ എടുക്കുന്നത്? കാരണം എല്ലാ സിനിമയും പേഴ്സണലൈസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ ഗൗതം മേനോൻ. ആക്ച്വലി ഐ ആം എ ബിറ്റ് ലോസ്റ്റ് ബിക്കോസ് തമിഴിൽ ചെയ്യുമ്പോൾ മലയാളി அப்படின்னு சொல்லுவாங்க, ഇവിടെ വരുമ്പോൾ ഇവർ തമിഴാണെന്ന് പറയും. അപ്പോൾ കുറച്ച് ലോസ്റ്റാണ് ഞാൻ ചിലപ്പോൾ. ഐ ഹവ് സീൻ ദാറ്റ് എ ലോട്ട്, ബട്ട് ഐ തിങ്ക് ഐ ഹവ് ബാലൻസ്ഡ്. സെൻസിബിലിറ്റീസ് ആർ ദ സെയിം. ഐ ഫീൽ ദ ഓഡിയൻസ് ഇസ് ദ സെയിം. ഇവിടെ ഇത് ഭയങ്കര ഡിസ്കഷനാണ്, അത് ടോട്ടലി വേറൊരു ഡിസ്കഷനിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇവിടെ കോണ്ടന്റ്, ദ വേ ഹീറോസ് ലുക്ക് അറ്റ് ഫിലിംസ്, ദ വേ ആക്ടേഴ്സ് ലുക്ക് അറ്റ് ഫിലിംസ്, the way writers are writing stories, the stories that directors are handling are all very very different from what is happening outside. avada mostly heroes are enak idile enna irukku, പക്ഷെ ഇവിടെ അതല്ല, இந்த കഥയിൽ enna irukku ഇവിടെ. That's a difference. That's a huge difference actually. So but I've tried to balance these sensibilities. Tamil cheyumbo, and mostly these stories are from my own life or from some characters that I've seen which I've drawn inspiration from. Jesse was somebody I knew, Karthik was myself, I am also Jesse, so there's a little bit of everything in that. So from personal experience, you're right,
ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കണ്ട വിഷയങ്ങൾ എഴുതുന്നത് ഈസി അല്ല. യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ. പക്ഷേ ഇവിടെ വേറൊരു സ്റ്റൈലുണ്ട്, ഇൻക്ലൂഡിങ് ദ വേ യു ഫിനിഷ് യു വർക്ക് ഓൺ എ ഫിലിം. ഇവിടെ ഒരു ഇൻ ആൻഡ് ഔട്ട് ആണ്, 45 days ഇൻ ആൻഡ് ഔട്ട് ദ ഫിലിം. അവിടെ അതല്ല, എൻ്റെ തന്നെ കാർഡ് വാസ് ഷോട്ട് ഇൻ 52 days ബട്ട് സ്പ്രെഡ് ഓവർ എ ഇയർ. ഇവിടെ 45 days എന്ന് പറഞ്ഞാൽ 50 days യുവർ ഷൂട്ട് ഇസ് ഡൺ ആൻഡ് യു ഗെറ്റിംഗ് ഇൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ. ആൻഡ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കമ്പല്ലിംഗ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. യു ഹാവ് ടു ബി റെഡി ഫോർ എവറിത്തിങ്. നമ്മൾ ഓൺ ദ ടോസ് ആയിരിക്കും. സാർ ഇപ്പോൾ ഒരു സെക്കൻഡ് ടേക്ക് നമ്മളിപ്പോൾ ചോദിച്ചാൽ യു നീഡ് ടു നോ വൈ യു ആർ ആസ്കിംഗ് ഫോർ ദ സെക്കൻഡ് ടേക്ക്. And you don't show off to somebody like Mamuka. You're yourself, you know. So it was a very, very incredible experience for me. ഒരു പോസ്റ്റ് കോവിഡ് സിനാരി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നിന്നോ ഏത് റീജിയൽ സിനിമയുടെ അടുത്തൊന്നും മലയാളം ഫിലിം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കുമ്പളങ്ങി നൈറ്റ്സ് 2, മഞ്ഞുമ്മൽ ബോയ്സും, അങ്ങനെ ഒരു നമ്പേഴ്സ് എടുത്ത് മാർക്കോ, അതെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിക്കകത്ത് അവിടെ ആക്ടറായിട്ട് കൂടിയുള്ള ഒരു ജേർണി ഉണ്ടല്ലോ ഗൗതം മേനോന്റെ. 36 ഫിലിംസ് എന്നുള്ള നമ്പറിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ മലയാളം ഫിലിംസിൽ അങ്ങനെ ഒരു യുണീക്നെസ്, ഇങ്ങനെ ഒരു നാഷണൽ വൈഡ് ഡിസ്കഷൻ ഓപ്പൺ ചെയ്യാൻ എന്താണ് അതൊരു ഫിലിം മേക്കർ പെർസ്പെക്റ്റീവിൽ കാണും, എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു യുണീക്നെസ്, ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഡിസ്കഷൻ? ഇതേ കോണ്ടന്റ് തമിഴിൽ പോയി നമ്മൾ അവിടുത്തെ ഹീറോസിൻ്റെ അടുത്ത് ഈ കോണ്ടന്റ് പറഞ്ഞാൽ അവരത് ചെയ്യില്ല. കുമ്പളങ്ങി നൈറ്റ്സ് ആരും ചെയ്യില്ല. ഫഹദിന്റെ സ്റ്റേച്ചർ നമുക്കറിയാം. ഈ ഫഹദ് പ്ലേ ചെയ്ത ക്യാരക്ടർ അവിടെ ടോപ്പ് റങ്ങിൽ ആരുടെ കയ്യിൽ കൊടുത്താലും അവർ എനിക്കിതിൽ എന്നാ ഇറക്കുന്ന അവർ ചോദിക്കും. അത് കണ്ടിട്ട് പിന്നെ അവർ റീമേക്ക് ചെയ്യാൻ അവർക്ക് ഐഡിയ വരും. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് നിങ്ങൾ ഏത് പേര് പറഞ്ഞാലും അവരത് ചെയ്യില്ല. അവർക്കതിൽ എന്തുണ്ട്, അവരുടെ ഒരു അടുത്ത സ്റ്റെപ്പ്, ഒരു വലിയ സ്റ്റെപ്പായിട്ട് പോകണം. ഇൻക്ലൂഡിങ് ദ സ്മോൾ ഹീറോസ്, അവർ അങ്ങനെയാണ് ചിന്തിക്കുക. ഒരു ലവ് സ്റ്റോറി, ഇപ്പോൾ ലവ് സ്റ്റോറീസ് ഇല്ല അവിടെ, എവിടെയും ഇല്ല. പക്ഷെ ഒരു റിഫ്രഷിംഗ് ആയിട്ട് ഒരു ഏർബൻ സ്പേസിലോ അല്ലെങ്കിൽ ഒരു റൂട്ടഡ് സ്പേസിലോ ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ബിക്കോസ് ദേ ഓൾ വാണ്ട് ആൻ ആക്ഷൻ സ്പേസ്, ദേ ഓൾ വാണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാനൊരു ആക്ഷൻ ഫിലിം എഴുതാൻ തുടങ്ങിയാൽ ഐ വിൽ ഇമ്മീഡിയറ്റ്ലി തിങ്ക് ഏതൊരു പോലീസ് ഓഫീസർ ഓർ എൻ ആർമി ഓഫീസർ. അവരുടെ ലൈഫ് എടുത്ത് നമ്മളിങ്ങനെ നോക്കി ഏതെങ്കിലും ഒരു വയലൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആൾക്കാരുടെ ലൈഫിൽ എന്ത് വയലൻസ് ഉണ്ട്? ഐ ഡോണ്ട് വിഷ് ദാറ്റ് ഓൾസോ ഓൺ എനിബഡി, റൈറ്റ്? പക്ഷെ വി ആർ ക്രിയേറ്റിംഗ് സിറ്റുവേഷൻസ്. So then that's why the real stories are not made. So that is why these films are standing out. All these films that we talked about. And then there is a Marco also where they showed you that we can also do one KGF style film. Style and action. And they proved it also. So I think it's going really well here, I feel. Yeah. ഞാൻ എന്താ പറഞ്ഞ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. ഇപ്പം കണ്ണും കൊള്ളയെടുത്താൽ ഈ പോസ്റ്റ് കോവിഡിൽ OTT ഹിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ട്രാൻസിലെ റോള് ഡിസ്കസ് ചെയ്യുന്നു, കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ ബിഹൈൻഡ് ദ ക്യാമറയിൽ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരികയാണല്ലോ. പുതിയൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പം മമ്മൂക്കയെ വെച്ചിട്ടുണ്ട് ഈ പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആക്ടിങ്, ഈ ഒരു ആക്ടിങ് കരിയർ എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാവുന്ന അത് ഏതെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് ഫോർ ആക്ടേഴ്സ് എന്നു അത്രേ ഉള്ളൂ. ഒരു റെസ്പെക്ട് ഫോർ ആക്ടേഴ്സ് ഹൂ stand in front of the camera. Who stand in front of the camera, lose inhibitions, remembering lines, remembering continuity. ആൻഡ് ഇവരൊരു ഓർഡർ ആയിട്ട് നമ്മൾ വെരി ഫ്യൂ ഡയറക്ടേഴ്സ് ടേക്ക്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇവിടുന്ന് ഒരു ഷോട്ട് നമ്മൾ എടുത്തു, ഇപ്പോൾ അവിടുന്ന് പോയി റീക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡു ദ സെയിം തിങ്. മോസ്റ്റ് ആക്ടേഴ്സ് വിൽ നോട്ട്, ബട്ട് ഐ ഹവ് സീൻ ദോസ് ആക്ടേഴ്സ് ഡു ദാറ്റ് ആൻഡ് യു ഹാവ് റെസ്പെക്ട് ഫോർ ദോസ് ആക്ടേഴ്സ്. അത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെൻ യു ടോക്ക് ടു മീ, എൻ്റെ ഡയറക്ടോറിയൽ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ആക്ടിംഗ് ആയിട്ട് ചോദിക്കുമ്പോൾ എനിക്കതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് having said that, the films I did, including Trans, which was sync sound, Kannum Kollayeduthaal, which is interesting space, Vetrimaran's Vidudalai, part 1 and part 2, and I did a film called Michael in Telugu, which I really liked a lot. Thangar Bachchante kuda Tamil oru padam cheyidu. Ivide Suresh Gopi sarinte kuda Varaham, Mammukante kuda Bazooka. These are all good experiences. Bazooka was interesting because ഞാൻ ഈ പടം നമ്മൾ സിങ്ക് സൗണ്ട് ആണ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ബസൂക്കയിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ. ഫസ്റ്റ് അതും ട്രാൻസ് വാസ് ഓക്കെ. എനിക്ക് മോസ്റ്റ്ലി എൻ്റെ സോളോ ഷോട്ട്സും അങ്ങനത്തെ ആയിരുന്നു. ഒരേ ഒരു മെയിൻ സീക്വൻസ് ആയിരുന്നു ഫഹദിൻ്റെ കൂടെ ഒക്കെ. സോ ലൈൻസ് ഒക്കെ ഞാൻ മുമ്പ് തന്നെ പഠിച്ചിട്ടാണ് ഞാൻ പോയത്, പ്രിപ്പയർഡ് ആയിട്ട് പോയി. പക്ഷെ മമ്മൂക്കയുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ കുറേ പേഷ്യൻ്റ് ആയിട്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് ഹെൽപ്പ് മീ ഡയറക്ട് മൈ ഓൺ ഫിലിം വിത്ത് ഹിം റൈറ്റ് നൗ ആക്ച്വലി. So as an actor, a lot of respect for actors has come, but otherwise it's not a big deal for me. ഞാൻ അതൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. And right now I'm not looking forward to that. But if some interesting team or a good director or a nice story comes across, then I don't want to close that door.
ഒരു ഡോർ ഓപ്പൺ ആണ്, ദെൻ വൈ നോട്ട്, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ. ബട്ട് ഐ എം നോട്ട് ഇന്നാളെ ആരെങ്കിലും ഫോൺ ചെയ്യോ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല റോൾ കിട്ടുമോ, അങ്ങനത്തെ ഒരു സെർച്ചിലല്ല ഞാൻ ആ ഫുഡ് ചെയിനിൽ ഞാൻ ഭയങ്കര ലോവസ്റ്റിലാണ്. ഇപ്പം ഈ മിന്നലെ അല്ലെങ്കിൽ വരണായിരം, കാക്ക ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, വരണായിരം ആണെങ്കിൽ കൂടുതൽ പേഴ്സണലൈസ്ഡ്, അതായത് ഗൗതം മേനോനെ തന്നെയാണല്ലോ പ്ലേസ് ചെയ്യുന്നത്, അത് വിണ്ണേത്താണ്ടിലാണെങ്കിലും. പക്ഷേ ഇതൊക്കെ ഒരു 30, 34, 35 to 40 വരെയുള്ള ഒരു ജേണിയാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പം ഉറപ്പായും കുറച്ചുകൂടി സ്റ്റോറീസിലേക്ക് തന്നെയല്ലേ എക്സ്പ്ലോർ ചെയ്യുക, ഫ്രം അവർ ഓൺ എക്സ്പീരിയൻസ് മാറി സ്റ്റോറീസിലേക്ക് പോകുമല്ലോ. എങ്ങനെയാണ് അങ്ങനെ ഒരു ഫിലിം മേക്കറിൻ്റെ ട്രാവൽ ഒരു 20+ ഇയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ കഥകൾ ഉണ്ടാവുക, കഥകൾ തേടി പോവുക? നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരുപാട് കഥകൾ 40+ ആണെങ്കിൽ നമുക്ക് ലവ് സ്റ്റോറീസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ കൂടി ആണോ? കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്, ചിലപ്പോൾ ചിലടത്ത് പെർമിഷൻസ് വാങ്ങണം, അത്രേ ഉള്ളൂ. ലോഡ് സ്റ്റോറീസ് അതെ. ബട്ട് ഐ എം എക്സ്പ്ലോറിംഗ് റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരു കൊലാബറേറ്റീവ് സ്പേസ്, ഓൾസോ ഒരു ക്രിയേറ്റീവ് ലോയിലാണ് ഞാൻ ടു റൈറ്റ്. യൂഷ്വലി ഇൻ മൈ സ്പേസ് ഐ റൈറ്റ് എവറി ഡേ. I sit in the morning and I write. When I travel, I write. But അതൊരു 3-4 years ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. I'm doing it, but nothing interesting is coming out. എൻ്റെ own experiences and stories, I've kept it for some time. And I'm trying to create a story, or I'm trying to create a moment. എനിക്കതൊരു ഫേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു വേട്ടയാട് വിളയാട്, വിണ്ണൈത്താണ്ടി, വാരണം, എന്നെ അറിന്താൽ ഓൾസോ, കാക്ക, ഇതൊക്കെ എഴുതിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ല. സോ ഐ ഹവ് ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക്. നമ്മളത് ഫോഴ്സ് ചെയ്യരുതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ ഒരു കൊലാബറേറ്റീവ് പ്രോസസ്സ് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഡോക്ടർ നീരജിനെ മീറ്റ് ചെയ്ത് മഞ്ജു വാര്യൻ്റെ ഒരു കോൾ വന്നു, നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാം. റൈറ്ററിൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കുമ്പോൾ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. ആൻഡ് ആർട്ടിസ്റ്റ് വിത്ത് ആർട്ടിസ്റ്റ് റെഫറൻസ്, വിത്ത് ആക്ടർ റെഫറൻസ് ഈൽ കം. പുള്ളി ഡോക്ടറാണ്, പക്ഷേ ശരിക്കും ഈസ് എ റൈറ്റർ. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ഇൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഐ ഗ്രാബ്ഡ് ഓൺ ടു ഇറ്റ്. തമിഴ് ജയമോഹൻ സാറിൻ്റെ കൂടെ എനിക്ക് എവറി വീക്ക് ഐ ഹാവ് എ കോൾ വിത്ത് ഹിം. സർ, do you have anything to tell me? Can we meet? Can we talk? Vendethangi Kadu was just a lot of conversations with Jay Mohan sir. ഒരു ഐഡിയ അല്ല, നമ്മൾ ഇരുന്നു കുറേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാറിൻ്റെ ഷോർട്ട് സ്റ്റോറീസിനെ പറ്റി സാറ് പറഞ്ഞപ്പോൾ എനിക്കൊരു ഷോർട്ട് സ്റ്റോറി, ഒരു ജസ്റ്റ് 10 minute ഷോർട്ട് സ്റ്റോറിയാണ്, അതാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ. ഐ ലെഫ്റ്റ് ടു ദ ഇമാജിനേഷൻ ഓഫ് ദ റീഡർ എന്ന് പറഞ്ഞു. സർ, ഇതാണ് ഐ വോണ്ട് ടു ഡു ദിസ്, ഇതാണ് നമ്മളുടെ അടുത്ത പടം, യു റൈറ്റ് ദിസ് ആൻഡ് ഡെവലപ്പ് ദിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ സ്പേസിലാണ് ഞാനിപ്പോൾ. ഐ എം ട്രൈങ് ടു കൊളാബറേറ്റ് വിത്ത് റൈറ്റേഴ്സ് ഹിയർ ഓൾസോ. ലാപ്പത്ത ലേഡീസിന്റെ റൈറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് എ പ്രോജക്ട്. സോ ദാറ്റ് ഇസ് ദ സ്പേസ് ദാറ്റ് ഐ എം ഇൻ റൈറ്റ് നൗ. ഈ വരണായിരത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വരണായിരത്തിൻ്റെയൊക്കെ ആലോചന വരുവാണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ 2025 ആ സിനിമയിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, ഒരു ആക്ടറുടെ ഇത്രയധികം ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഇത്രയധികം ജേണി അതിലേക്ക് വരുന്നു ആ ക്യാരക്ടറിൽ. അതായത് ഒരു ആക്ടർ ഒരു 4-5 സിനിമയിൽ ചെയ്യേണ്ട, ഇപ്പം ചെയ്യുവാണെങ്കിൽ മേക്ക് ഓവേഴ്സ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ഇതിൽ വരുന്നത്. അത് പറയുന്നത് സ്ക്രീൻ ഏജിൽ വരുന്ന ചേഞ്ചസ്, അദ്ദേഹത്തെ ഏറ്റവും ചെറിയ പ്രായത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പുതിയ ഫിലിം മേക്കേഴ്സ്, ഡെബ്യൂ ഫിലിം മേക്കേഴ്സിനോട്, അതായത് അന്നത്തെ ഗൗതമേൻ്റെ ഒരു 34 ഒക്കെ പോലുള്ള ഏജിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പടം ചെയ്യണ്ട, നമുക്കൊരു 50 days വേറൊരു പ്രൊജക്റ്റ് ചെയ്യാം, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന സംഗതിയാണല്ലോ. ശരിക്കും എങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ജേണി ആണല്ലോ നമ്മൾ ഈ പറയുന്ന കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ അടക്കം ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും അന്ന് കിട്ടുന്നൊരു ഹൈ എന്തായിരുന്നു? കാരണം ഇതൊരു ചെറിയ വഴിയല്ലല്ലോ, വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. ബജറ്റ് വൈസ് അല്ല, ഞാൻ ഒരു കോൺസെപ്റ്റ് വൈസ് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണല്ലോ അത് വരിക. സി, ആക്ടേഴ്സ് ഷുഡ് ബി ഫോർത്ത് കമ്മിങ്. അത് ഇപ്പോൾ ഇല്ല, അതാണ് പ്രശ്നം. അന്ന് ഓണസ്റ്റ്ലി ദർ വാസ് എ സൂര്യ ഹു വാസ് റെഡി ടു ബാക്ക് ദറ്റ് ഐഡിയ. എൻ്റെ മോസ്റ്റ്ലി എല്ലാം എക്സ്പെരിമെന്റിലാണ്. വെൻ ദ ഫിലിം റിലീസസ് ദർ ഇസ് എ ലോട്ട് ഓഫ് മിക്സ് ടോക്ക് ആൻഡ് ഇതെന്താ സാധനം, അങ്ങനെ കാക്ക, വേട്ടയാട്, പച്ചക്കിളി, വാരണം, വിണ്ണൈത്താണ്ടി, എല്ലാം. വിണ്ണൈത്താണ്ടി തെലുഗുവിൽ ഫസ്റ്റ് ഡേ അവർ ഹിറ്റ് ഡിക്ലെയർ ചെയ്തു. അത് എൻഡിങ്ങിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ഹാപ്പി എവർ ആഫ്റ്റർ, അങ്ങനത്തെ ഒരു എൻഡിങ് ആണ് അത്. പക്ഷെ ഇവിടെ ഭയങ്കര ഡിസ്കഷനും, ഇത് വർക്കാവില്ല, ഭയങ്കര ബോറാ, കുറെ ഒരു 2-3 days അങ്ങനെ ഉണ്ട്. പിന്നെ ഇറ്റ് സെറ്റിൽസ് ഇൻ ടു വൺ സോൺ. ചിലപ്പോൾ അത് പോവും. നീതാനിൻ പൊന്നിസ് വർക്ക് ആയില്ല, ഒരു 5-6 days ഇങ്ങനെ പോയിട്ട് ദെൻ ഇറ്റ് വെന്റ് നെഗറ്റീവ് ഓൺലി. പിന്നീടാണ് എനിക്ക് കുറെ ആൾക്കാർ ആ പടം യൂട്യൂബിലും പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ ഫോൺ കോൾസും ടെക്സ്റ്റ് മെസ്സേജസും ഇപ്പോഴും അത് വരും. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് മൈ ഫിലിംസ് ഹാവ് ബീൻ ലൈക്ക് ദാറ്റ്, വിച്ച് ഇസ് വൈ ഐ തോട്ട് ലെറ്റ്സ് കൊളാബറേറ്റ് വിത്ത് റൈറ്റേഴ്സ്. ഇതൊരു വലിയൊരു ഡ്രോബാക്ക് ആൻഡ് ഒരു കാര്യമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തില്ല. പക്ഷെ ഐ വാണ്ടഡ് ടു work on other people's ideas and then develop that. Hollywood works like that completely. Yes. Malayalam also 95% works like that. Collaborate. A writer brings in a story and a director gives it life. So I wanted to do that.
ഐ ഡിഡ് ക്വീൻ. അത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വെബ് സീരീസ് ഞങ്ങൾ ചെയ്തു. ജയലളിത ബേസ്ഡ് ആയിട്ട് ക്വീൻ എന്ന് പറഞ്ഞു നമ്മളൊന്ന് ചെയ്തു. രമ്യ കൃഷ്ണനാണ് ആക്ട് ചെയ്തത്. ഇറ്റ് ഇസ് റിട്ടൺ ബൈ അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത രേഷ്മ. ഷീ ഫുള്ളി റോട്ട് ഇറ്റ്, ഡിസ്കസ്ഡ് വിത്ത് us, wrote it. പിന്നെ I gave it life by giving it the visual imagery that I thought the script needs. And that gave me a lot of confidence to handle something like that. And now obviously Dominic and the Ladies Purse. But I gave it my own. ഞങ്ങൾ ഇതിലൊരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്തു. Unnecessary ആയിട്ട് ഇത് പുഷ് ചെയ്യണ്ട. Let's keep it real. Within that there's one sense of humor. Within that there is cinema. Within that there is music. But it's still within my zone only, I feel. ഈ ഒരു ജേർണി വരുന്ന സമയത്ത് വ്യൂവേഴ്സിൻ്റെ ഇപ്പം നമുക്കറിയാം സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തമിഴിൽ ഈ പറയുന്ന വരണായിരവും കാക്കയൊക്കെ പോലെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത പോസ്റ്റ് തിയേറ്ററിക്കൽ റിലീസ് CD VCD ഒക്കെ ആയിട്ട് വലിയ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത സിനിമകളാണ്. ഈ സെൻസിബിലിറ്റിയിൽ ഈ പറഞ്ഞ കാലത്ത് ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു പോസ്റ്റ് OTT എന്താണ് തോന്നുന്നത്? I think great content always works. It's been the same. Very bad example I'll give you. A film called Madagaja Raja only is doing really well in Pongal release now. അതൊരു 12 years മുമ്പ് റിലീസ് ആവാൻ വേണ്ടിയ ഒരു പടമാണ്. ഞാൻ റിവ്യൂസ് പഠിക്കാറില്ല, പക്ഷെ വാട്ട് പീപ്പിൾ ടോൾഡ് മീ ഈസ് 12 years മുമ്പ് വന്നാലും അതൊരു 90s സ്റ്റൈൽ ഫിലിം ആയിരുന്നു. അത് 2013-14 ആ പടം റിലീസ് ആയിരുന്നാലും അതൊരു 90s സ്റ്റൈൽ ഫിലിമാണ്. ബട്ട് ദാറ്റ്സ് ദ ഫിൽം മേക്കർ സ്റ്റൈൽ. ഹി മേക്സ് ഇറ്റ് വർക്ക്. There's comedy, there's fun, and ഒരു പൊങ്കൽ മൂഡിന് അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി. That's inspiring me to release my own film and hoping that will also work. Although mine is not a fun comedy film, mine is an action thriller. Dhruva Nakshatram. So but I think that way ഈ കോവിഡ് ടൈമിൽ ഒരു OTT സർജും അതായിരിക്കും നമുക്കിനി എന്നൊക്കെ കുറെ ഫിൽം മേക്കേഴ്സ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് പോയി. Now it's back to theaters, it's back to interesting content. All we are hoping is for actors to grab our stories. അത് മാത്രമാണ് നമ്മളുടെ ഒരു ട്രൈ, ഒരു പെർസുവേഷൻ, ഒരു ഡിഫിക്കൽട്ടി. അല്ലെങ്കിൽ ഇറ്റ്സ് സ്മൂത്ത് ഫോർ എവരിബഡി. നമ്മൾ ഈ ഒരു ഫിലിംസിൻ്റെ ഒരു എസ്തെറ്റിക് പാർട്ടിനപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓഡിയോ വിഷ്വൽ ഡിസൈൻ എപ്പോഴും ഗൗതം മേനോൻ പടം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു മ്യൂസിക്കൽ ലെയർ, ഇപ്പം ഹാരിസ് ജയരാജ് ആണെങ്കിലും AR റഹ്മാൻ ആണെങ്കിലും അങ്ങനെ ഒരു പാർട്ട് കൂടി ഉണ്ടല്ലോ. ചിലപ്പോൾ ഇതെല്ലാം അൺഡു ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതിപ്പം ഇത് ചെയ്ത് കഴിഞ്ഞു, ഇനി പുതിയത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പം നേരത്തെ ജോണറിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കിളി മുത്തുച്ചരം, ഇപ്പോൾ ഇതെല്ലാം ഈ ആക്ടേഴ്സ് മുമ്പ് ചെയ്ത സിനിമകളായിരുന്നില്ല. കമൽഹാസനെ നമ്മൾ പുതുതായിട്ടാണ് കാണുന്നത്, സൂര്യ പുതുതായിട്ടാണ് കാണുന്നത്, അജിത്തിനെ എന്നെ അറിந்தாൽ പുതുതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു പേഴ്സണലി പിന്നെ പുതുക്കുക അല്ലെങ്കിൽ ആക്ടർ നേരത്തെ ചെയ്യാതിരിക്കുക, അങ്ങനെ കൂടി അങ്ങനെ ഒരു ഡിസിഷൻ കൂടി ഉണ്ടോ? I think it's what the script demands. ഈ മ്യൂസിക് എന്ന് പറയുന്ന സാധനം ഞാൻ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ഞാൻ ഫോഴ്സ് ആയിട്ട് ഒരു സോങ് അതിൽ വെക്കുകയില്ല. ഞാൻ എൻ്റെ ഫ്ലോയിൽ ഇഫ് ദ സ്റ്റോറി ഹാസ് ടു ബി ടേക്കൻ ഫോർവേഡ് ബൈ മ്യൂസിക് ആൻഡ് ലിറിക്സ്, ദെൻ ഐ വിൽ കീപ് ദറ്റ് സോങ് ദെയർ. ആൻഡ് ഞാനിത് കുറേ പറഞ്ഞിട്ടുണ്ട്. സോങ് ജസ്റ്റ് ഇവിടെ ലവ് സോങ് എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സീനിലേക്ക് പോകില്ല. അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഓൾമോസ്റ്റ് ഒരു 4-5 പേജസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സോങ്ങിൻ്റെ ഫീൽ, മൂഡ്, ജോണർ, ആൻഡ് ഇതിൽ എന്ത് മാതിരി വിഷ്വൽസ് വരും, വാട്ട് ഇസ് ദ വിഷ്വൽസ് ഡിനോട്ടിങ്, ഹൗ വി ടേക്കിംഗ് ദ സ്റ്റോറി ഫോർവേഡ്. അതൊക്കെ ഇതാണ് ഞാൻ മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് പറയുന്നത്. ഇത് പറഞ്ഞാലേ നമുക്ക് അവിടുന്ന് അങ്ങനത്തെ ഒരു ട്യൂൺ വരും. അല്ലെങ്കിൽ ജസ്റ്റ് പോയി തലേ ഭയങ്കര ലവ് സോങ് വേണമെന്ന് പറഞ്ഞാൽ അത് വരും, പക്ഷെ അത് ലക്ക. ഇഫ് യു ഇൻസ്പയർ ദം എ ലോട്ട് മോർ, then what comes out from there is magic. So I believe ഇപ്പോൾ ഈ Dominic, I realized when I was writing the screenplay, after listening to the story, I realized that there could be just 2 song moments in the film. One is a sort of ഒരു സെലിബ്രേഷൻ ദാറ്റ് മമ്മൂക്ക ഇസ് ആക്ടിങ് ഇൻ മൈ ഫിലിം. അതാണത്. അതിന്റെ അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു, ഒരു ചെറിയൊരു പാർട്ടി സോങ് ആണ്. ബട്ട് ഐ വോണ്ട് ടു സീ സർ ഇൻ ദാറ്റ് സോൺ. ആൻഡ് ദെൻ വൺ വാസ് എ സ്ക്രിപ്റ്റ് സോങ്. ഐ ഡോണ്ട് വാണ്ട് ടു, ഇപ്പോൾ വേണമെങ്കിൽ ഐ കുഡ് ഹാവ് കൺവിൻസ്ഡ് സർ ഓൾസോ ടു ഹാവ് 3-4 more songs. But the script didn't demand that. It didn't ask me for that. So Darbuka Shiva and me, we sat and we figured out only ee 2 song madi, and ee 2 song nammal best aayittu ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് we composed these 2 songs. So I think the journey is only about what the script demands always. I've never അതെ ഒന്നുമില്ല, മ്യൂസിക് ഇല്ല, ഒരു സ്ട്രെയിൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ഇല്ല. It didn't work as a film because of the content. It was too hard a content at that time, I think. ഇന്ന് വന്ന ആൾക്കാർ see that it doesn't mean sensibilities have changed. There are more people who like a genre like that. ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു genre എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു genre എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ് ആ പടം കാണേണ്ടത്. ഒരു വിണ്ണை താണ്ടി വരുവായ കണ്ടിട്ട് നടുനിശയായി വരുമ്പോൾ they were shocked that the same filmmakers made something like that, I think. So I mean, yeah.
മലയാളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞു ഇതൊരു കൊളാബറേറ്റീവ് സ്വഭാവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗൗതം മേനോൻ പടം എന്നുള്ളതിനേക്കാളും ഒരു ഗൗതം മേനോൻ മമ്മൂട്ടി കൊളാബറേഷൻ അങ്ങനെ പറയാൻ കൂടിയായിരിക്കില്ലേ? 100%. And I want ഡിസൈൻ അല്ലേ, തിയേറ്ററിക്കൽ ഡിസൈൻ I wanted to be like that 100% because he's brought his own into it. See, ഞാൻ ഇന്നും പറഞ്ഞതാ, എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ ഡയറക്ടേഴ്സ്, എത്രയോ ഫ്രെയിംസ്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ 40 years ആയിട്ട് അത്രയും പടങ്ങളിൽ സാർ ഇത് കണ്ടിട്ടുണ്ട്. സോ ഹീ കുഡ് ആക്ച്വലി ബി ജസ്റ്റ് അനദർ ഫിലിം. ഇത് ലൈക്ക് മെക്കാനിക്കലായിട്ട് ഒരു പ്രോസസ് വന്നിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. ആക്ടേഴ്സ് ആർ ദെയർ ലൈക്ക് ദാറ്റ്. സപ്പോർട്ടിങ് ലോഡ് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആർ ദെയർ. എനിക്ക് എന്ത് വണ്ടി പകരണോ അതാ, അങ്ങനെയാണ് അവരുടെ ഇത്. പക്ഷെ സാറിൻ്റെ ചെറിയൊരു ആറ്റിറ്റ്യൂഡും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫോർ എവറിത്തിങ് ദർ വാസ് ഡിസ്കഷൻ, ദർ വാസ് തോട്ട്. And then he was trying to, I knew in every shot he was doing something different that I couldn't write. So 100% it's a Mammootty Gautam collaboration, 100%. വേറൊരു കാര്യം ഞാൻ ഇന്റർവ്യൂ ആണ് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചത്. ഈ കമൽഹാസൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണുകളുടെ പെർഫോമൻസ് നേരത്തെയും പറയാറുണ്ട്. ഈ ഒരു ഇൻട്രോയിൽ ഈ പറഞ്ഞ വേട്ടയാട് വിളയാട് ഇപ്പം നേരത്തെ കേട്ടൊരു ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ട് ടൈറ്റിൽ വേണം, അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ പോലും ഇതിൽ ഈ പറഞ്ഞ കമലിൻ്റെ ഇൻട്രോ ഈ രീതിയിലാവണം, വെച്ചാൽ അതൊരു നോർമൽ സീലല്ലല്ലോ വരുന്നത്. അത് ശരിക്കും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്തായിരുന്നു? സോ ഇറ്റ് വാസ് റിട്ടൺ, ഈ ഗേറ്റിങ്ങനെ ചവിട്ടിയിട്ട് ഗേറ്റ് ഓപ്പൺ ആവും, പുള്ളി ഇങ്ങനെ നടന്നു വരും, ഷോർട്ട് ഡിവിഷൻ ഒക്കെ അതിലൊക്കെ എഴുതി. ഈ ബ്ലൂ ഷർട്ട് ആൻഡ് ഡെനിംസ് എല്ലാം അതും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കൂടെ നിൽക്കുന്ന ആൾക്കാർ, അവിടെ എന്താ പ്രശ്നം, വാട്ട് ഹി ടോക്സ്, ഡയലോഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് മാത്രം എഴുതിയിട്ടില്ല, അത് എഴുതാൻ പറ്റില്ല. അത് ദാറ്റ് ഈസ് എൻ ആക്ടർ. ഇതിലും ഞാനൊരു കണ്ടില്ലേ, പോലീസ് അടിയും ലോക്കും ഒരു ഡയലോഗ് ഉണ്ട് ഇതിൽ. പക്ഷെ സാറ് ചെയ്തത് അത് എഴുതാൻ പറ്റില്ല. ആ ഡയലോഗിന് സാർ കൊടുത്ത എക്സ്പ്രഷൻ, അത് നമ്മൾ ഒരു ഡയറക്ടറായിട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പെർഫോമൻസ് ഡ്രിവൺ ആയിട്ട് മാറാം. So he brings his own into that, and that is why you want to work with somebody like that. The dream of a director is to work with an actor who just transforms your script into magic, you know. So ഇത് നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷേ പുള്ളിയുടെ മൂഡ് കണ്ടപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടും നല്ല മൂഡിലായിരുന്നു. ആൻഡ് ഈ സീനൊക്കെ ഫുൾ ഉൾവാങ്ങിയിട്ട് ഈ ഡയലോഗ് വരും, ഈ സെക്ഷൻ വരുമ്പോൾ ഞാൻ രവിയുടെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും പുള്ളി ചെയ്യും, റെഡി ആയി ഇരിക്കൂ അത്രയെന്ന് പറഞ്ഞു. ഒരു സൂം ലെൻസിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു, ട്രാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് വി മാനേജ് ടു ഗ്രാബ് ഇറ്റ്. രണ്ടാമത്തെ പ്രാവശ്യം ഇത് ചെയ്താൽ അത് കിട്ടില്ല. ആൻഡ് ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഐ ഡോ വാട്ട് ഐ വുഡ് ഡൺ. ബട്ട് ദാറ്റ് മാജിക് ഹാപ്പൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കുറേ സാധനങ്ങൾ ആ പടത്തിൽ അങ്ങനെയായിരുന്നു. ജസ്റ്റ് വന്നിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ റെഡി ആവണം, അത്രേ ഉള്ളൂ. അതും ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് ഞാൻ മാക്സിമം പറയില്ല. അൺലെസ് എ ഷോട്ട് ഇസ് എ സ്പെസിഫിക് ഷോട്ട്, സർ ഇതാ ഫ്രെയിം, ഇതുക്കുള്ള നടി, അത് നമ്മൾ പറയരുത്. എനിക്ക് ഐ എം എ വെരി ഓർഗാനിക് ഡയറക്ടർ. ഐ തിങ്ക് ഐ ലൈക്ക് ടു വർക്ക് വിത്ത് വാട്ട് ദി ആക്ടേഴ്സ് ഡു അൺലെസ് ഇറ്റ്സ് സെറ്റ് അപ്പ് ആസ് എ ഷോട്ട്. സോ ഐ എം ലൈക്ക് ദാറ്റ്. നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആക്ടേഴ്സിനെ ഇപ്പം നമ്മളെപ്പോഴും പറയുമ്പോൾ ആക്ടേഴ്സ് എന്നാണല്ലോ, ഇപ്പം സ്റ്റാർ ആവാം, സൂപ്പർ സ്റ്റാർ ആവും അല്ലേ, അതൊക്കെ ആക്ടേഴ്സ് വന്നാൽ അവർ ആക്ടിങ്ങിൽ, അതായത് ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് രീതിയിൽ പെർഫോമൻസ് തന്നാൽ അതാണ് എല്ലാ കാലത്തും ഫിലിം മേക്കർ ഗൗതം മേനോൻ, റൈറ്റർ ഗൗതം മേനോൻ ആഗ്രഹിക്കുന്നത്. അതെ, we want actors. They can become stars and all that. We have no problem with that, but we want actors. Very few actors are there. ഉറപ്പായും ഡൊമിനിക്കിനെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ധ്രുവനക്ഷത്രം തിയേറ്ററിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളാണ്. അപ്പം എന്തായാലും ഗംഭീരമായിട്ട്. Thank you so much. Thank you.